ആ ഒരു കൂടുതലൊരു അറ്റാച്ച്മെന്റിനപ്പുറത്തേക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ പേടി തോന്നുന്ന, അല്ലെ? എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണ സമയത്ത് പേടിക്കുന്ന, ഇത് അള്ളാഹു ശിക്ഷിക്കോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു പേടി ഉണ്ടാവുന്നതപ്പുറത്തേക്ക് ഇപ്പൊ നമുക്ക് കൂടുതൽ കൂടുതൽ അള്ളാഹുവിനെ കുറിച്ചിട്ട് ഓർക്കുന്തോറും മനസ്സിലേക്ക് ഒരു ഇഷ്ടവും ഒരു സന്തോഷവും ഒരു സ്നേഹവും ഒക്കെ തോന്നുന്ന ഒരു ഫീൽ, അല്ലെ? അപ്പൊ നമുക്കറിയാം അപ്പൊ നമുക്ക് നമ്മുടെ ഏറ്റവും അറ്റാച്ച്മെന്റ് ആയിരിക്കുന്ന നമ്മുടെ മക്കളെ കുറിച്ചിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനെ കുറിച്ചിട്ടോ അങ്ങനെയൊക്കെയുള്ള ആളുകളെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു ഇഷ്ടം തോന്നും. അതേസമയം നമുക്ക് റബ്ബിനെ കുറിച്ചിട്ട് ഓർക്കുന്ന സമയത്ത് പേടിയാണ്, അല്ലെ? അപ്പൊ അതൊരു പേടിച്ചു കൊണ്ടുള്ള ഒരു ഇഷ്ടവും, അല്ലാതെ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് പേടിയാണ്, എന്ത് ചെയ്യുമ്പോഴും പേടിയാണെന്നുള്ള ഒരു അവസ്ഥ. പക്ഷെ ഇവിടെ ശരിക്കും ഇപ്പൊ നമുക്ക് എന്താവുകയാണ്, നമുക്ക് അള്ളാഹുവിനെ കുറിച്ചിട്ട് ഓർക്കും തോറും കൂടുതൽ കൂടുതൽ ഇഷ്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? പേടി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഓരോന്ന് ചെയ്യുമ്പോഴും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെടുത്ത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യരുത് എന്ന് പറയുന്നത്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളോട് വിലക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം നമ്മുടെ നോ എന്ന് പറഞ്ഞ സംഭവമാണെങ്കിൽ പോലും അത് കാണുന്ന സമയത്ത്, നമ്മൾക്ക് അത് അനുഭവിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഉണ്ടാവുന്നത് നേരത്തെ ഉണ്ടായ ഫീൽ അല്ല. പ്രത്യേകിച്ചിട്ടും ഒരു മുസ്ലിം സമുദായത്തിൽ പെട്ട നോർമൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാൻ വേണ്ടി പറ്റും എന്താണ് ചെയ്യാം. അവർക്കൊക്കെ ഒരു ഇസ്ലാം എന്ന് പറയുന്നത് ഒരു തീരെ സ്വാതന്ത്ര്യം ഇല്ലാത്ത, തികച്ചും ഒരു റെസിസ്റ്റൻസ് ആയിരിക്കുന്ന ഒരു മതമായിട്ട്, എന്തിനും ഒരു ഫ്രീഡം ഇല്ല, എല്ലാത്തിനും ഭയങ്കര എന്താ പറയാ, ഒരു ഫ്രീഡം ഇല്ലാത്ത, സ്വന്തം ഇഷ്ടത്തിന് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് ഫീൽ ചെയ്യുന്ന ഒരുപാട് കുട്ടികളെ കുറിച്ച് നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പൊ നമ്മൾ ആ ഒരു അവസ്ഥയിൽ നിന്നും അത്തരം കുട്ടികളിലേക്ക് പോലും ഇത്തരം ഒരു മെസ്സേജ് നമ്മളിലേക്ക് എത്തിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റിയാൽ അവർക്കും എന്താവുകയാണ് ചെയ്യാം, കൂടുതൽ ഇഷ്ടമാണ് ഉണ്ടാവാൻ തുടങ്ങുക, അല്ലെ? അപ്പൊ അങ്ങനെ നമ്മളുടെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാനും, നമ്മൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഏതൊക്കെ രീതിയിലാണ് നമ്മളെ പ്രൊട്ടക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും വേണ്ടി ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പിയിലൂടെ പോകുമ്പോൾ നമുക്ക് സാധിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ അവിടെ നമ്മളുടെ വാല്യൂവും നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ആ ഒരു വാല്യൂവും നമ്മളെ കീപ്പ് ചെയ്യാൻ വേണ്ടി, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ മാർഗമാണോ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്കിപ്പോ പ്രത്യക്ഷത്തിൽ കാണുകയാണെങ്കിൽ നമുക്കെല്ലാം ബുദ്ധിമുട്ടുകളായിരിക്കാം, പ്രയാസമായിരിക്കാം. ജസ്റ്റ് നമുക്ക് എവിടെയെങ്കിലും ഒരു ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവാനാണെന്നുള്ളത് വിചാരിക്കാം. ഇങ്ങനെ ഇത് പോകുന്ന സമയത്ത് നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയോ ഒന്നുമില്ല, നമുക്ക് നോർമൽ ഉള്ള ഒരു ബസ്സിലാണ് നമുക്ക് പോവേണ്ടത്. അങ്ങനെ ആ ഒരു നോർമൽ ബസ്സിലാണ് നമ്മൾ ഇങ്ങനെ പോവേണ്ടത് എന്നുള്ള സമയത്ത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ആ ബസ് സ്റ്റോപ്പിൽ നിന്നും എല്ലാ ദിവസവും ഉണ്ടാവുന്ന ഒരു ബസ്സിന്റെ ഒരു ടൈം, ആ ഒരു ടൈം വെച്ച് നോക്കി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും, അല്ലെ? അപ്പൊ ആ ഒരു ബസ്സിന്റെ സമയം വെച്ച് നോക്കി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ ബസ് സ്റ്റോപ്പിലേക്ക് എത്തുന്നതിന്റെയും 2-3 മിനിറ്റ് മുമ്പ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ആ ബസ്സിന്ന് പാസ് ഔട്ടായി പോകുന്ന നമ്മൾ കണ്ടാൽ നമുക്ക് ആ സമയത്തുണ്ടാവുന്ന ദേഷ്യം, ആ സമയത്തുണ്ടാവുന്ന നമ്മുടെ സങ്കടം, അല്ലെ? നമ്മൾ എന്ത് ചെയ്യും? പതിവിലൊന്നും ഈ ബസ് 2 മിനിറ്റ് ലേറ്റ് ആയിട്ടല്ലാതെ വരാറില്ല. ഇന്ന് നമ്മൾ ഇറങ്ങിയപ്പോ പതിവിൽ 3 മിനിറ്റ് മുന്നേ വന്നു എന്നുള്ള ആ ഒരു തോട്ട് നമ്മളിൽ നിന്ന് വരികയും, എന്നിട്ടോ ആ ബസ്സിന്റെ ഡ്രൈവറെയും എല്ലാവരെയും നമ്മൾ കുറ്റം പറയുന്ന ഒരവസ്ഥയിലും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ഇങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു ജസ്റ്റ് നമ്മൾക്ക് ആ ഒരു ബസ് മിസ്സായപ്പോ, ചിലപ്പോൾ ആ ഒരു ബസ് മിസ്സായപ്പോ നമ്മൾക്ക് ഇനി പ്രത്യേകിച്ചിട്ടും ആ റൂട്ടിൽ വേറെ ബസ്സൊന്നും ഈ ഒരു ടൈമിൽ ഇല്ല താനും, നമ്മൾ ഇന്ന് പോകാനുള്ള നമ്മുടെ ആ ഒരു യാത്ര തന്നെ മുടങ്ങാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇന്റർവ്യൂവിനൊക്കെ ആണെങ്കിൽ ഇന്നത്തെ നമ്മൾ ആ ഒരു ഇന്റർവ്യൂ തന്നെ ചിലപ്പോൾ ക്യാൻസലായി പോവാണ് എന്നുള്ളൊരു അവസ്ഥയിലേക്കെങ്കിലും എത്തുകയാണെങ്കിലോ കൂടുതലായിരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ദേഷ്യം എന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോയി, ആ ഒരു ദേഷ്യത്തിലൂടെ കടന്നുപോയി നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വന്നിരുന്ന് കുറച്ച് കഴിയുമ്പോഴായിരിക്കാം ചിലപ്പോഴെങ്കിലും ഒരു മെസ്സേജ് കേൾക്കുന്നത്, ഒരു ഫോൺ കോൾ വരുന്നുള്ളത്. ആ നേരത്തെ നമ്മൾ പോകാനുണ്ടായിരുന്ന ആ ഒരു ബസ് കുറച്ചപ്പുറത്തേക്ക് എത്തുമ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോഴോ അപ്പൊ നമ്മൾ എന്തായിരിക്കും പറയാം? ആത്മാർത്ഥമായി ഒരു അൽഹംദുലില്ലാ പറയൂ, അല്ലെ? ഞാൻ ആ ബസ്സിൽ കയറേണ്ടതായിരുന്നു, ബസ് ഇന്ന് നേരത്തെ 3 മിനിറ്റ് മുമ്പ് പോയത് കൊണ്ടാണ് ഞാൻ അതിൽ കയറാതിരുന്നത്, അതിന്ന് നന്നായി എന്നുള്ള രീതിയിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയും. പക്ഷെ നേരത്തെ ആ ബസ് സെയിം ബസ്സിൽ
നമ്മൾ പോകാനിരുന്ന ബസ് അല്പം നേരത്തെ വന്ന കാരണം കൊണ്ട് നാം ദേഷ്യപ്പെടുകയും സങ്കടപ്പെടുകയും കുറ്റം പറയുകയും ചെയ്തിട്ടുള്ള അതേ സംഭവം മാറിയിട്ടില്ല, സാഹചര്യം മാറിയിട്ടില്ല, ഒന്നുമില്ല, നമ്മൾക്ക് ഇന്റർവ്യൂ കിട്ടിയിട്ടില്ല, ഒന്നുമില്ല, നമ്മുടെ ഇന്റർവ്യൂ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ സെയിം സംഭവത്തിന് തന്നെ നമ്മൾ പിന്നീട് എന്ത് ചെയ്യാണ്, ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് എന്താവില്ല, നമ്മുടെ കാഴ്ചപ്പാടിൽ എല്ലാം നമുക്ക് കണ്ടുകൊള്ളണമെന്നില്ല. അപ്പൊ പ്രത്യക്ഷത്തിൽ കാണുന്നതിന് മാത്രമേ നമ്മൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടി പറ്റൂ, അല്ല, നമ്മളുടെ മുന്നിലേക്ക് വരുന്ന, അതുകൊണ്ടാണ് നമ്മൾക്ക് പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ്, എല്ലാ നന്മയും തിന്മയും റബ്ബിൽ നിന്നാണ്, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ്. ആ നന്മയ്ക്കും തിന്മയ്ക്കും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുക. എല്ലാ നന്മയ്ക്കും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുക, എല്ലാ തിന്മയ്ക്കും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ അത് തെറ്റാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും റബ്ബിന്റെ കാഴ്ചപ്പാടിൽ നമുക്കത് നല്ലതായിരിക്കും. റബ്ബിന്റെ കാഴ്ചപ്പാടിൽ നമുക്ക് നല്ലത് എന്നല്ല, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കത് നല്ലതായത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ അത് തരാതിരുന്നത്. പക്ഷെ നമുക്ക് എന്താവുന്നില്ല, നമ്മുടെ കാഴ്ചപ്പാടിൽ വ്യക്തമല്ലാത്തത് ഒന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ കാഴ്ചപ്പാടിൽ വന്ന് ഭവിച്ച് അത് വ്യക്തതയിലേക്ക് എത്തിയാൽ മാത്രമേ നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ. എന്നാൽ നമ്മൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്ന നമ്മൾ റസൂലിനെ കണ്ടിട്ടല്ല, അള്ളാഹുവിൽ വിശ്വസിക്കുന്നതോ അത് കണ്ടിട്ടില്ല, അള്ളാഹുവിനെ കണ്ടിട്ടല്ല. സ്വർഗവും നരകവും നമ്മൾ വിശ്വസിക്കുന്നതോ ആ സ്വർഗവും നരകവും നമ്മൾ കണ്ടിട്ടില്ല. സിറാത്ത് പാലത്തെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് സിറാത്ത് പാലത്ത് നമ്മൾ കണ്ടിട്ടില്ല. മഹ്ശറ എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് മഹ്ശറയെ നമ്മൾ കണ്ടിട്ടില്ല. ഹൗദുൽ കൗസറിനെ കുറിച്ച് വിശ്വസിക്കുന്നത് നമ്മൾ ഹൗദുൽ കൗസർ കണ്ടിട്ടില്ല, അല്ലെ? അപ്പോ ഇങ്ങനെ പല സംഭവങ്ങളെ കുറിച്ചിട്ടും നമുക്ക് നാളെ എത്തിപ്പെടാനുള്ള, നമ്മുടെ പാരത്രിക ജീവിതത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ള പലതിനെ കുറിച്ചിട്ടും നമ്മൾ കണ്ടിട്ടില്ല, അല്ലെ? നമ്മൾ കാണാത്തതിനെയാണ് നമ്മൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു കാണാത്തതിനെ വിശ്വസിച്ചു കൊണ്ട് നാം അടിയുറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈമാനിക തലത്തെ നമ്മൾ ഒന്നും കൂടി ഷാർപ്പൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമ്മൾ ഇവിടെ ഈ ദുന്യവിയായ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രയാസങ്ങളെയും ഓരോ സന്തോഷങ്ങളെയും ഒരേ തലത്തിൽ നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റണം. ഇതെന്നെ റബ്ബ് എനിക്ക് ഖൈറിന് വേണ്ടി തന്നതാണ് എന്നുള്ളത്. സന്തോഷങ്ങൾ വരുന്ന സമയത്ത് മാത്രം അൽഹംദുലില്ലാ പറഞ്ഞ്, സന്തോഷങ്ങൾ വരുന്ന സമയത്ത് മാത്രം അല്പം സന്തോഷിക്കുകയും, സങ്കടങ്ങൾ വരുന്ന സമയത്ത് ഈ ജീവിതത്തിൽ നമുക്ക് എന്നും സങ്കടമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നതിനും അപ്പുറത്തേക്ക് സങ്കടങ്ങളാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും അൽഹംദുലില്ലാ ജീവിതം അങ്ങോട്ട് സ്മൂത്തായി പോകുന്നുണ്ടല്ലോ, അല്ലെ? അപ്പൊ ജീവിതം അങ്ങോട്ട് സ്മൂത്തായി പോകുന്നുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട്, അത് സങ്കടമാണെങ്കിലും സന്തോഷാണെങ്കിലും ഇതെന്റെ റബ്ബ് എനിക്ക് നൽകിയ ഗിഫ്റ്റാണ്, എന്റെ റബ്ബ് എനിക്ക് നൽകിയതിൽ എന്തെങ്കിലും ഒരു ഖൈർ കണ്ടിട്ടുണ്ടാവാം, എന്തെങ്കിലും ഒരു ഖൈർ ഇതിന്റെ പിന്നിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പിലോട്ടേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയായി മാറുന്നത്. നമുക്കറിയാൻ വേണ്ടി പറ്റും എത്ര പേര് ദീനിലേക്ക് വരുന്നുണ്ട്, അല്ലെ? അമുസ്ലിമായിട്ട് എത്ര പേര് വരുന്നുണ്ട്. ഇവിടെ യുഎയിൽ വെച്ചിട്ട് ഹെയറോസിസ്റ്റായി വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ലേഡി, ഹെയറോസിസ്റ്റിന്റെ വർക്കിന് അറിയാലോ എത്ര ഹയർ സാലറി ആയിരിക്കും അതിലേക്ക് ലഭിക്കുന്നുള്ളത് എന്നല്ലേ. അപ്പൊ അതൊരു ക്രിസ്ത്യൻ തലമുറയിൽപ്പെട്ട ആ ഒരു കമ്പനിയാണ് അവർക്ക് വർക്ക് കൊടുത്തിട്ടുണ്ടായത്. ആ ലേഡിക്ക് ഇപ്പോൾ 42 വയസ്സായി. അവര് ഇസ്ലാമിലേക്ക് വന്നു. 3 വർഷമായി അവർ ഇസ്ലാമിലേക്ക് വന്നിട്ട്. ഇവർ 3 വർഷമായിട്ടും ഇസ്ലാമിലേക്ക് വന്നിട്ടും ഇവർക്ക് എന്താവാണ്, ഇവരുടെ ആ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇസ്ലാമിലേക്ക് വന്നതിന് വേണ്ടിയിട്ട് അവിടെ അവർക്കുള്ള ജോലി അവർ ഒഴിവാക്കി. ആ ജോലി അവർ ഒഴിവാക്കിയിട്ടും അവർ പിന്നീട് എന്തായിട്ടില്ല, ആ ജോലിക്ക് പോയിട്ടില്ല. എന്തിനു വേണ്ടിയിട്ട്? ഇസ്ലാമിനെ സ്നേഹിച്ചുകൊണ്ട്, ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൊണ്ട്. എന്നാൽ ഞാനും നിങ്ങളും ഇസ്ലാമിനെ നമുക്ക് ഫ്രീ ആയി കിട്ടിയതാണ്. നമുക്ക് അതിലൊരു എഫേർട്ടും ഉണ്ടായിട്ടില്ല, അല്ലെ? ഒരു എഫേർട്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾക്ക് അതിലേക്ക് ഒരു വാല്യൂ ഇല്ല. നമ്മൾക്ക് ചിലപ്പോഴെങ്കിലും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ എന്തൊക്കെ മാറ്റി വെക്കുന്നുണ്ട്,
അല്ലെ? നമ്മൾക്കെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ റബ്ബ് പറഞ്ഞ പല കാര്യവും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് ചെയ്തത്? സ്വന്തം അത്രയും ഹയർ സാലറിയിലുള്ള ആ ഒരു ജോബിന് പോലും മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? റബ്ബിലേക്ക് വേണ്ടിയിട്ട്. നമ്മളോ? നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിന് ഈ റബ്ബിനെ മാറ്റി വെക്കുകയാണ് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, അല്ലേ? നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് റബ്ബിനെ മാറ്റി നിർത്തുമ്പോൾ ഇവരെന്താണ് ചെയ്തത്? ഇവരുടെ റബ്ബിനോടുള്ള ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഇവരുടെ അത്രയും സാലറിയിലുള്ള ആ ഒരു ജോലിയെയാണ് അവർ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്കിത് ഫ്രീ ആയി കിട്ടിയതുകൊണ്ട് നമുക്ക് ഇതിന്റെ വാല്യൂ മനസ്സിലായിട്ടില്ല. പക്ഷെ അവർക്കൊന്നും എത്രയോ പേരുണ്ട് ഇതുപോലെ, അല്ലെ? നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇപ്പം ഇതിന്റെ അടുത്തൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, വേറൊരു ജെൻസിന്റെ, അല്ലെ, ഒരു ഉസ്താദ് സംസാരിച്ച് ദുആ ചെയ്യിപ്പിക്കുന്ന ഒരു വീഡിയോ. അപ്പൊ അതുപോലെ എത്രയോ പേരുണ്ട് കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് നമ്മുടെ ഈ ഒരു ഇസ്ലാമിലേക്ക് വന്ന വ്യക്തികൾ. പക്ഷെ നമ്മളോ? ഇതൊന്നും ഇല്ലാതെ, ഒരു കഷ്ടപ്പാടും ഇല്ലാതെ, ഒരു പ്രയാസവും ഇല്ലാതെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്കിത് ലഭിച്ചത് കൊണ്ട് നമുക്കിതിന്റെ വാല്യൂ മനസ്സിലാവുന്നില്ല. ആ വാല്യൂ മനസ്സിലാവാത്തത് കൊണ്ടാണ് നമുക്ക് അല്പം ഒന്ന് പ്രയാസം വരുമ്പോൾ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ, എന്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെ എന്നുള്ള ഒരു ക്വസ്റ്റ്യനായിട്ട് വരുന്നുള്ളത്. പക്ഷെ അതിലപ്പുറത്തേക്ക് എന്റെ ജീവിതമാണ് ഏറ്റവും ഹയർ, എനിക്ക് എന്റെ റബ്ബ് തന്നത് എനിക്കുള്ള ഹയറായിരിക്കാം എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്ന, നമുക്കിത് റോങ് ആയി തോന്നുന്നുണ്ടെങ്കിൽ പോലും അത് അള്ളാഹു അതിന്റെ പിന്നിൽ ഒരു സീക്രട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സീക്രട്ട് നാളത്തേക്ക് എനിക്കുള്ള ഏറ്റവും നല്ല ബെനിഫിറ്റ് ആയിരിക്കും, നാളത്തേക്ക് എനിക്ക് തരാനുള്ള ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ആ ഒരു മനസ്സിലാക്കലിലൂടെ നമ്മൾ ജീവിക്കുന്ന സമയത്ത് എല്ലാ വേദനകളും ഒരു തലോടലായി നമുക്ക് മാറാനും വേണ്ടി പറ്റും. പ്രത്യേകിച്ച് നമുക്കറിയാൻ വേണ്ടി പറ്റും, നമ്മളെല്ലാവരും സ്ത്രീകളാണല്ലോ. അപ്പോ ഈ സ്ത്രീയായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വേദന അനുഭവിച്ചിട്ടുണ്ട്. എന്ത് വേദനയാണ്? പ്രസവ വേദന എന്നുള്ളത്. നമുക്ക് അവരെ പ്രസവ വേദനയായി തോന്നിയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? നമുക്ക് അതിന്റെ ശേഷം കിട്ടും നമ്മുടെ ആ ഒരു കുട്ടി, ഒരു കുട്ടിയുടെ ആ ഒരു പുഞ്ചിരി കാണുമ്പോൾ, നമുക്ക് ആ ഒരു കുട്ടിയെ കാണുന്ന സമയത്ത് നമ്മുടെ ആ വേദനകളെല്ലാം നമുക്ക് മറക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു വേദന സഹിച്ചാൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, നമുക്ക് ഈ ഒരു കുട്ടിയെ നമ്മുടെ കയ്യിൽ കിട്ടുകയുള്ളൂ, അല്ലെ? അതേപോലെ നമുക്ക് ആ ഒരു പ്രസവിക്കുന്ന സമയത്തുള്ള വേദനയ്ക്ക് അപ്പുറം ആ കുട്ടി നമ്മുടെ ഗർഭപാത്രത്തിൽ ഉണ്ടായത് മുതൽ നാം അനുഭവിക്കുന്നത്, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, അങ്ങനെ എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു 9 മാസം കഴിച്ചു നീങ്ങിയിട്ടുള്ളത്. എന്നാൽ ആ ദിവസങ്ങളിൽ നമുക്ക് പരാതിയുണ്ടോ? ഇല്ല. ആ വേദനകളിൽ നമ്മൾക്ക് പരാതിയുണ്ടോ? ഇല്ല. ആ വേദനകൾ സമ്മാനിച്ച നമ്മുടെ വയറ്റിൽ ആ ഒരു കുട്ടിയുള്ളത് കൊണ്ട്, നമുക്ക് ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലെങ്കിലും ആ കുട്ടിയെ, നമ്മുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന ആ കുട്ടിയെ നമ്മൾ കുറ്റം പറയാറുണ്ടോ? ഇല്ല. നമ്മൾ അത്രയും ആകാംക്ഷയോടെ, അത്രയും പ്രതീക്ഷയോടെ, അത്രയും സ്നേഹത്തോടെ നമ്മൾ കാത്തിരിക്കുകയാണ്, അല്ലെ? ഏത് വേദന സഹിച്ചിട്ടും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ, വെള്ളം ഇറക്കാൻ പറ്റാതെ, ക്ഷീണത്തിന്റെ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നില്ല. കാരണം നമുക്കറിയാൻ വേണ്ടി പറ്റും, നമുക്ക് കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ സഹിച്ചാൽ മാത്രമേ നമ്മുടെ ആ ഒരു പൊന്നോമനെ നമുക്ക് കിട്ടൂ എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന ആ മഹത്വമായ ആ സ്വർഗത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പല രീതിയിലുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾക്ക് കടന്നു പോവേണ്ടി വരും. ആ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ആ അനുഭവങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ഏതുപോലെ? എല്ലാ പ്രഗ്നൻസി ആയ സ്ത്രീകളും അനുഭവിക്കുന്നത് ഒരേ വേദനയാണോ? എല്ലാവർക്കും വേദനയും പ്രയാസവും ഉണ്ടെങ്കിലും ഓരോരുത്തരും അനുഭവിക്കുന്നത് ഡിഫറെന്റ് ഡിഫറെന്റ് രീതിയിലായിരിക്കാം. അതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാവരുടെയും ലക്ഷ്യം ആ സ്വർഗമാണെങ്കിൽ പോലും ഓരോരുത്തർക്കും ആ സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത് വ്യത്യസ്തമായിരിക്കാം. ചിലവർക്ക് ഒരുപാട് നോളജ് ആയിരിക്കാം, ചിലവർക്ക് ഒരുപാട് സമ്പത്തായിരിക്കാം, ചിലവർക്ക് ഒരുപാട് ദാരിദ്ര്യമായിരിക്കാം, അങ്ങനെ വ്യത്യസ്തമായ രീതിയിലായിരിക്കാം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത് എന്താണോ അത് വെച്ചിട്ടായിരിക്കണം നമ്മൾ അതിൽ നിന്ന് വർക്ക് ചെയ്ത് നമ്മൾ സ്വർഗത്തിലേക്ക് പോകേണ്ടത്. ഒരുപാട് സമ്പത്ത് നൽകിയ വ്യക്തിയാണെങ്കിൽ അതിന് നമ്മൾ ഏത് രീതി ചെലവഴിക്കണം. ഇനി എന്തുകൊണ്ട് നമ്മളുടെ കയ്യിൽ നിന്നും ഒരുപാട് സമ്പത്ത് തരുന്നില്ല റബ്ബ്? നമുക്കറിയാൻ വേണ്ടി പറ്റും. നമുക്ക് നമ്മളുടെ വീട്ടിലുള്ള 2 3 അല്ലെങ്കിൽ 4 5
കുട്ടികളെ തന്നെ നമുക്ക് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല. ഒരുപാട് സമ്പത്തുണ്ടായാൽ നമ്മൾ ഇങ്ങനെ ഇതിനെയൊക്കെ ഡീൽ ചെയ്തുകൊണ്ട് ഈ ഒരു സമൂഹത്തിൽ നയിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പൊ അതറിയാവുന്നത് കൊണ്ടാണ് നമ്മളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോഴെങ്കിലും തരാതിരിക്കുന്നത്. ഇനി നമുക്ക് ഒരുപാട് നോളജ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ അറിവ് എന്തിനുള്ളതാണ്? അറിവ് എന്ന് പറയുന്നത് അത് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കാനുള്ളതാണ്. അത് കൊടുക്കും തോറും നമ്മളിൽ നിന്ന് അത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അല്ലാതെ നമ്മൾ ഓരോന്നും പഠിച്ച് അതങ്ങോട്ട് അതേപോലെ അങ്ങോട്ട് കൂട്ടി വെച്ചാൽ എല്ലാം അവരുടെ തുരുമ്പ് പിടിച്ചു പോവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അറിവെന്ന് പറയുന്നത് എന്ത് രീതിയിലുള്ളതായിക്കോട്ടെ, വെറും ഒരു അക്കാദമിക്കിലുള്ള ഒരു അറിവ് മാത്രമല്ല പറയുന്നുള്ളത്. ഏത് രീതിയിലുള്ള അറിവാണെങ്കിൽ പോലും നമുക്കുണ്ടാവുന്ന ആ ഒരു നോളജിനെ മറ്റുള്ളവരിലേക്കും കൂടി നമ്മൾ എത്തിപ്പിച്ചു കൊടുക്കും. അപ്പൊ അവിടെയും റബ്ബ് സുബ്ഹാനഹു വ തആല ചിലപ്പോഴെങ്കിലും നമ്മുടെ ആ ഒരു സ്വർഗത്തിലേക്കുള്ള റൂട്ട് ക്ലിയർ ആക്കാനുള്ളതായിരിക്കാം. ഇനി നമ്മൾ പൂർണ്ണമായും ദാരിദ്ര്യത്തിലാണെങ്കിലും അതും നമുക്കുള്ള അനുഗ്രഹമായിരിക്കാം. അങ്ങനെ നമുക്ക് എന്താണോ ഏത് അവസ്ഥയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മളുടെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ആ ഒരു വണ്ടിയായിട്ട് ആ ഒരു റൂട്ടുമായിട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് അള്ളാഹു തന്നത് എന്താണോ അതിന് നമ്മൾ സ്വീകരിക്കുക, അതിന് നമ്മൾ ആത്മാർത്ഥമായി വെക്കുക. എന്നിട്ടോ അതിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനാണ്, ചുറ്റുപാടുകളിൽ നിന്ന് കാണുന്നതിലെല്ലാം നമുക്ക് ആഗ്രഹം ഉണ്ടാവും, അല്ലെ? സമ്പത്തിന് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിലൂടെ നമുക്ക് പോകുന്ന സമയത്ത് ഇവിടെ കിട്ടിയതിൽ നമ്മൾ തൃപ്തിപ്പെട്ട് കിട്ടിയതിൽ നമ്മൾ ആസ്വദിച്ച് നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മളിലേക്ക് റബ്ബ് തന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് റബ്ബ് തന്നുകൊണ്ടേ ഇരിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും വേദനയുണ്ടോ, അതല്ലെങ്കിൽ ബാഹ്യമായിട്ട് എന്തെങ്കിലും പ്രയാസമുണ്ടോ, എന്തും ആയിക്കോട്ടെ, അത് നമ്മുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, മക്കളുടെ വിഷയത്തിലായിക്കോട്ടെ, സാമ്പത്തിക വിഷയത്തിലായിക്കോട്ടെ, സ്വന്തം ശരീരത്തിലായിക്കോട്ടെ, അങ്ങനെ ഏത് വിഷയത്തിലും നമുക്ക് സ്റ്റെക്നെസ് ഉണ്ടോ, ആ സ്റ്റെക്നെസ് ഉണ്ടായിരിക്കെ ഉള്ള സ്റ്റെക്നെസ്സോട് കൂടിയിട്ട് നമുക്ക് എങ്ങനെ സ്മൂത്തായി പോകാൻ വേണ്ടി പറ്റുന്നു, ആ ഉള്ള സ്റ്റെക്നെസ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് കൂടെ കൂട്ടിക്കൊണ്ട് ഉള്ള ആ സ്റ്റെക്നെസ്സിനെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ സഞ്ചരിക്കാൻ വേണ്ടി പറ്റും, എങ്ങനെ അള്ളാഹു ആഗ്രഹിച്ച, അള്ളാഹു പറഞ്ഞ, അള്ളാഹു കൽപ്പിച്ച രീതിയിൽ ആ ഒരു സ്റ്റെക്നെസ്സിന്റെ കൂടെ നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി പറ്റുന്നുവോ, ഇത് കാണുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കും നമ്മളെ കുറിച്ചിട്ട് ഇവൾക്ക് ഇതിനേക്കാളും കൂടുതൽ കൊടുക്കാം എന്നുള്ളൊരു ഒരു അള്ളാഹു നമ്മളെ കുറിച്ച് ചിന്തിക്കുകയും നമുക്കത് അള്ളാഹു തന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ വിചാരിക്കും അള്ളാഹുവിന് ഇതെല്ലാം നേരത്തെ ആയില്ലേന്ന്. തീർച്ചയായിട്ടും അറിയാം. പക്ഷെ നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ തന്നുകൊണ്ട് വീണ്ടും അതിനെ നമ്മളെ കൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ച് അതിലേക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവും കൊണ്ട് അള്ളാഹു തന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു പ്രശ്നമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് അള്ളാഹു ഇത് എന്തിനായിരിക്കാം എനിക്ക് തന്നിട്ടുള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിലും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയി നമ്മൾ ജീവിക്കുന്ന സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിച്ചു തന്നുകൊണ്ടേയിരിക്കും. ആ ഒരു വർധനവിനെ നമുക്ക് ആഗ്രഹിക്കുന്ന അസുഖങ്ങളിലായിക്കോട്ടെ, സമ്പത്തിലായിക്കോട്ടെ, ഏത് അവസ്ഥയിലായിക്കോട്ടെ, റിലേഷൻഷിപ്പിലോ എങ്ങനെ ആയിക്കോട്ടെ, ഏതവസ്ഥയിലാണെങ്കിൽ പോലും നിങ്ങൾ അതിൽ ഗ്രേറ്റ്ഫുൾ ആവുക. റിലേഷൻഷിപ്പിൽ സ്റ്റെക്നെസ് അനുഭവിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവുക. സമ്പത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ സ്റ്റെക്നെസ് ആണോ, അവിടെ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവുക. മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ സ്റ്റെക്നെസ്സിലാണോ, അവിടെ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവുക. അങ്ങനെ എവിടെയാണോ സ്റ്റെക്നെസ് കാണുന്നത് അവിടെയെല്ലാം കൂടുതൽ കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആവാൻ നോക്കും. അവിടെ നമ്മൾ കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആവുന്ന സമയത്ത് നമ്മുടെ പ്രയാസങ്ങൾ അവിടെ നിന്നും മെല്ലെ മെല്ലെ ഇല്ലാതായി വരും. എങ്ങനെയെന്നുള്ളത് ചെറിയൊരു സ്റ്റോറിയും പറഞ്ഞ് നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ഒരു ഗ്ലാസ്സിൽ മുഴുവനും ചളിവെള്ളം, മണ്ണ് വെള്ളം, കലക്ക് വെള്ളമാണ് കിടക്കുന്നത് നോക്കാം, അല്ലെ? ആ ഒരു ഗ്ലാസ്സിൽ മുഴുവനും ചളിവെള്ളം കിടക്കുമ്പോൾ അതിലേക്ക് നമ്മൾ നല്ല വെള്ളം ഒഴിച്ചു കൊണ്ടേ ഇരിക്കുമ്പോൾ എന്താവും, അതിൽ നിന്ന് നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകി 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 ക്രമേണ എന്താവും, ആ ഗ്ലാസ്സിൽ തെളിഞ്ഞ വെള്ളമായി മാറും, അല്ലെ? അങ്ങനെ അതിന് മെല്ലെ ഒറ്റി വീഴുന്നതാണെങ്കിൽ കുറച്ച് ടൈം പിടിക്കും, അതല്ലെങ്കിൽ സ്പീഡിൽ വരുന്നതാണെങ്കിൽ പെട്ടെന്ന് വരും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾക്ക് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി ഒരു 21 ഡേയ്സ്, ഒരു 33 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിക്കൊണ്ട് നിങ്ങളോട് അല്പം സ്പീഡിൽ നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മള് ആ ഒരു
ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളത് ഈ ഒരു അവസ്ഥയിലൂടെ പോകുമ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ കലങ്ങിയ ഗ്ലാസ്സിലേക്ക് നമ്മൾ നല്ല വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ആ ഒരു കലങ്ങിയ ഗ്ലാസ് പ്യൂർ ആയതുപോലെ ആ ഒരു കലങ്ങിയ ഗ്ലാസ് ഏറ്റവും നല്ല ഒരു വെള്ളമായി മാറിയതുപോലെ നമ്മുടെ പ്രയാസവും എല്ലാം മാറി ഒരു പ്യൂർ ആവുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒന്നും ചോദിക്കാനും പറയാനും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടി പോയി. ക്ലിയർ ആവുന്നുണ്ടോ? പറയുന്ന വിഷയങ്ങളൊക്കെ ഓക്കെ ആണോ? ഒക്കെയാണ്. ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ എന്തായാലും എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി നിരന്തരം ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും അധിക പേരും ഫീഡ്ബാക്കിലേക്ക് എത്തിയിട്ടില്ല. ഇൻഷാല്ലാ ഫീഡ്ബാക്ക് ഓരോ ദിവസവും ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കുള്ള നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഇവിടെ സൂമില് ഇരിക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്കുകൾ നിങ്ങൾ ഇവിടെ അറിയിക്കുക. ഇൻഷാല്ലാ നമുക്ക് ഈ ഒരു 100 ദിവസം കഴിയുമ്പോഴത്തേക്കും ചുരുങ്ങിയത് 100 ആളെങ്കിൽ നമ്മുടെ സൂമിൽ വരുന്നത് ഉള്ള ഒരവസ്ഥയിലേക്ക് എത്തണം. ഇപ്പൊ ഏകദേശം അതിൽ 200 ആള് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. അപ്പൊ 200 ആള് കഴിയും, അല്ലെങ്കിൽ 200 അടുത്ത് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്ര പേരുണ്ടായിട്ടും ഈ ഒരു ലൈവിൽ വരുന്നത് എത്ര കുറഞ്ഞ പേരാണ്. നിങ്ങളുടെ ഓരോ ഫീഡ്ബാക്കുകളും എന്നെങ്കിലും ഏതെങ്കിലും സമയത്ത് അവർ കാണാനിടയാവും. ഇൻഷാല്ലാ ഞാൻ എല്ലാവർക്കും പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനിയും കുറച്ച് പേരൊക്കെ അയക്കാൻ ബാക്കിയുണ്ടാകും. ഈ പേഴ്സണലി മെസ്സേജ് അയച്ച സമയത്ത് അധിക പേരുടെയും മറുപടി എന്തായിരുന്നു വെച്ചാൽ കയറണം എന്ന് എല്ലാ ദിവസവും വിചാരിക്കും, കയറാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഈ കയറണം എന്ന് വിചാരിച്ച് കയറാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, ഈ ഫീഡ്ബാക്ക് ഒക്കെ കാണുന്ന സമയത്ത് എന്തായാലും കയറണം എന്ന് വിചാരിച്ച് അൽറാമൊക്കെ സെറ്റ് ചെയ്ത് ഒരു കയറും. ഇനി നമുക്ക് ഇൻഷാല്ല 100 ഡേയ്സ് ഒക്കെ കഴിയുമ്പോൾ കൂടുതൽ താല്പര്യമുള്ള കൂടുതൽ ഇരിക്കുന്നവരെ മാത്രം വെച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ആക്കി ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ഗ്രൂപ്പുകളൊക്കെ ചെയ്യാനൊക്കെ സുഖമായിരിക്കുമല്ലോ അല്ലെ. അപ്പൊ ഇൻഷാല്ല അപ്പോൾ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ കൂടുതൽ എത്തിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇൻഷാല്ല. എന്തായാലും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ വേറൊരു വിഷയം, ഒരു പെയ്ഡ് ക്ലാസ് വരുന്നുണ്ട്. ഏപ്രിൽ 6-ാം തീയതിയാണ് അത് തുടങ്ങുന്നുള്ളത്. കുറച്ച് കൂടുതൽ പെയ്ഡ് ഉണ്ട്. അതിനൊരു 6000 റുപ്പീസാണ് അതിന് വാല്യൂ വരുന്നുള്ളത്. പക്ഷെ ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 20 പേർക്ക് 3000 രൂപയ്ക്കാണ് അത് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെയുള്ള നമ്മുടെ ഈ ജേണി ടു ദ സെൽഫിലുള്ള നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾക്ക് താല്പര്യമുള്ള വ്യക്തികൾക്ക് അത് ഒന്നും കൂടി ഫീസ് കുറച്ച് ഒരു 1000 റുപ്പീസിന് പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുന്ന വ്യക്തികൾക്ക് 1000 റുപ്പീസിന് അത് തരാമെന്ന് വിചാരിക്കുന്നു. ആ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വയം നമ്മുടെ ദൈനംദിന ജീവിതത്തിലോ നമ്മൾക്ക് വരുന്ന ദേഷ്യം, സങ്കടം, പ്രയാസം അങ്ങനെ ഉണ്ടാവുന്ന ആ ഇമോഷണലുമായിട്ട് വരുന്ന പല ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, ആ ഇമോഷൻസിനെ എല്ലാം നമുക്ക് സ്വയം റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കോഴ്സാണത്. എല്ലാ സാധാരണക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ എത്രയോ ക്യാഷ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെലവഴിക്കുന്നുണ്ട്, ഡോക്ടർക്ക് ചെലവഴിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ നമ്മൾക്കുണ്ടാവുമ്പോൾ ഇതിൽ നിന്നെല്ലാം വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പൊ ഇവിടെയുള്ള എൻ്റെ വോയിസ് കേൾക്കുന്ന നമ്മുടെ ജേണി ടു ദ സെൽഫിലുള്ള ആദ്യം വരുന്ന കുറച്ച് പേർക്ക് അത് ഞാൻ ഒരു 1000 റുപ്പീസിന് നൽകണം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇൻഷാള്ള താല്പര്യമുള്ളവരെ പെട്ടെന്ന് തന്നെ അറിയിക്കാം. അല്ലാത്തവർക്ക് ഉള്ളത് അതിന് ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് 20 പേർക്ക് 3000 റുപ്പീസാണ് ഫീസ് സ്ട്രക്ചർ വെച്ചിരിക്കുന്നത്. എന്തായാലും ഇൻഷാള്ള നിങ്ങളത് താല്പര്യത്തോടെ കൂടി ഏറ്റെടുക്കുക. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ചെലവഴിക്കുന്നുണ്ട് അല്ലെ, നമ്മൾ നമുക്ക് വേണ്ടി ചെലവഴിക്കുന്നില്ല. എന്നാൽ ഇത്തരം പഠനങ്ങളിലൊക്കെ വരുന്നുള്ളത് നമ്മുടെ സ്വന്തത്തിന് വേണ്ടി ചെലവഴിക്കുന്നതായിരിക്കും. ഇൻഷാല്ലാ ആ വരുന്ന കോഴ്സിന്റെ വെബിനാർ തിങ്കളാഴ്ച 11:30 നടക്കുന്നുണ്ട്. ആ വെബിനാറിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അപ്പൊ അതിൽ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇൻഷാല്ലാ ശേഷം അഡ്മിഷൻ എടുത്താലും മതിയാവും. എന്നാലും താല്പര്യമുള്ളവരെന്ത് ചെയ്യാം, അതിലേക്കൊന്ന് അഡ്മിഷൻ എടുക്കുക. ഓർമ്മിക്കുക, നിങ്ങൾക്ക് ഓഫർ വെച്ചിട്ടുണ്ട് 1000 റുപ്പീസാണ് എന്നുള്ളത്.
ഓക്കെ, ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫീഡ്ബാക്ക് മറക്കല്ലേട്ടോ.